ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN വ്ലോഗ്സ്. അർജുനൻ നന്ദന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ IT പബ്ലിക് എക്സാം കഴിഞ്ഞു. എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ആൻഡ് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ വീഡിയോ കുറച്ച് മുമ്പ് ഇടേണ്ടതായിരുന്നു. എക്സാം കഴിഞ്ഞ് 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം സ്റ്റഡീസൊക്കെ ആയിട്ട് പിന്നെ മടിയായി ഇടാനായിട്ട്. ഇപ്പോഴാണ് ഫ്രീ ആയത്. പിന്നെ നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ഇടാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. എൻ്റെ IT എക്സാം എന്ന് പറഞ്ഞാൽ എനിക്ക് വെനസ്ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞതല്ലോ, കഴിഞ്ഞ പോകുന്നു വെനസ്ഡേ. അപ്പോൾ അന്ന് രാവിലെ 8:30 തൊട്ട് ഫുള്ള് പരീക്ഷയുടെ മുമ്പ് വരെ കുറേ വട്ടം പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഒരു വട്ടമൊക്കെ പ്രാക്ടീസ് ഉണ്ടാവുള്ളൂ വെച്ചു. പക്ഷേ ടീച്ചർമാർ ഫുൾ ടൈം ഫ്രീ ആക്കി തന്നു എല്ലാവർക്കും. അങ്ങനെ പ്രാക്ടീസ് പരീക്ഷ തുടങ്ങണതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ ഫുള്ള് പ്രാക്ടീസിങ് ആയിരുന്നു. തിയറി ക്വസ്റ്റ്യൻസ് ഫുള്ള് ഞാനിങ്ങനെ ചെയ്തൊക്കെ തന്നെയായിരുന്നു, മോഡലിൻ്റെ ഒക്കെ എടുത്തിട്ട്. അതുവരെ നല്ല എന്താ പറയുക, നല്ല വിശ്വാസമായിട്ടാണ് ഞാൻ പോയത് എക്സാമിന്. തിയറി ഭയങ്കര ഇതാവും വിചാരിച്ചിട്ട്. പക്ഷെ തിയറി കുറച്ച് ടഫായി. 3-4 ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പഠിച്ചതിലത്തെയും ടെക്സ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ തിയറി കമ്പ്യൂട്ടറിൽ തന്നെ കുറേ ചെയ്ത് പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ എക്സാമിന് വന്നപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു. അത് ഞാൻ എന്തൊക്കെയോ കറക്കി കുത്തി അടിച്ചു. അത് മാത്രമാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. എല്ലാവരും നല്ല എളുപ്പമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ടഫാണെന്ന് ചിലവരെ പറഞ്ഞുള്ളൂ. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് 3-4 ക്വസ്റ്റ്യൻസ് ടഫായിട്ട് വന്നു. അതെനിക്ക് അറിയില്ല, എന്തോ ഒരു ഡൗട്ടല്ല, പക്ഷെ അറിയാത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നത്. പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എല്ലാവരോടും പറയായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് തിയറി പരീക്ഷയ്ക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നതെന്ന് പറയും ഓർമ്മ വരും, ഞാൻ ഓർമ്മ സെറ്റാക്കി എടുത്താൽ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ തീരെ ഓർമ്മയില്ലാത്ത തിയറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓർമ്മയില്ലാണ്ടിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഞാൻ പറഞ്ഞ് കളിക്ക് കുറ്റം പറഞ്ഞതാണ് ഫ്രണ്ട്സിന്. പക്ഷെ എനിക്ക് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മനസ്സിലായി തിയറി ഒരു വക ഓർമ്മ ഉണ്ടാവില്ലെന്ന്. കാരണം അത്രയ്ക്കും ടെൻഷൻ അടിച്ച് നമ്മൾ ആ ഒരു പരീക്ഷാ ഹാളിൽ കയറി തിയറി എങ്ങനെയെങ്കിലും കഴിയണമെന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ തുടങ്ങിയ സമാധാനത്തിൽ തിയറി പഠിച്ചതും ക്വസ്റ്റ്യൻസ് കണ്ടതും ചെയ്തതും ഒക്കെ മറന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്ന പോലെയായിരുന്നു, മിന്നൽ പോലെ എല്ലാം തീർന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പരീക്ഷ ഹാൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ തിയറി എക്സാം എഴുതി തന്നെ ഓർമ്മയില്ല. കാരണം അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല. കുറേ ഓർത്തെടുത്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അത്രയ്ക്ക് ഓർമ്മയില്ലാണ്ടായിരുന്നു തിയറി. അപ്പോൾ അവർ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. പിന്നെ പ്രാക്ടിക്കൽ പറയുകയാണെങ്കിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആനിമേഷൻ വന്നു, പിന്നെ പൈതൺ വന്നിട്ടുണ്ടായിരുന്നു. പൈതൺ പിന്നെ ഹെഡിങ് മാറ്റേണ്ടത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ക്സ്കേപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ക്സ്കേപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക, ഒരു മരം നിൽക്കണത്, ബ്ലാക്ക് ഷാഡോ ആയിട്ടുള്ളൊരു മരം നിൽക്കണത്, അങ്ങനത്തെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 ക്ലൈമറ്റ്, മണ്ണും മുകളിലത്തതായിട്ട് അങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെഡിങ് ഇതേപോലെ മാറ്റണത് വന്നു. പൈതൺ ചെയ്യുമ്പോഴാണ് ഞാൻ വലിയ സ്റ്റൈലിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സ്പീഡിൽ ഇപ്പുറത്തെ ടീച്ചേഴ്സ് 2 മാഷന്മാരൊരു ടീച്ചറാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ടീച്ചറൊക്കെ വന്ന് ബാക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ ഞാൻ ഭയങ്കര ടൈപ്പ് ചെയ്ത് പോയി. പക്ഷേ അവസാനം ഇപ്പോൾ അതിൽ റണ്ണിങ് അടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ പിക്ചർ ഒന്നും അല്ലാത്ത പിക്ചറാണ് വന്നത്. അതിൽ ബ്ലൂ കളർ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫില്ലിൽ. പക്ഷേ അതിൽ കാണിക്കുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ്. പക്ഷേ ഞാൻ ബ്ലൂ കളർ എടുത്ത് നോക്കിയപ്പോൾ ഡാർക്കാണ് വരണേ. എന്നാൽ ലൈറ്റ് ബ്ലൂ കളർ അടിച്ചപ്പോൾ ലൈറ്റ് ബ്ലൂ വരണമില്ല. എന്നിട്ട് അതാകെ ഇതായിരുന്നത്. ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് ശരിയാവുന്ന ടീച്ചർ. അപ്പോൾ മാഷ് വന്നിട്ട് പറഞ്ഞു ബ്ലൂ മതി, മറ്റേത് മതി, കുഴപ്പമില്ല, അങ്ങനെ തന്നെ കിടന്നോട്ടെ, ചെയ്തിട്ടുണ്ടല്ലോ അതും മതി എന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റാക്കി. പിന്നെ പൈതൺ അവസാനമായപ്പോൾ സേവ് ചെയ്തിട്ടത് ഞാൻ കറക്റ്റായിട്ട് എക്സാം ടന്നിൽ സേവ് ആക്കാനായിട്ട് എടുത്തതാണ്. പക്ഷേ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്ട് ഞാൻ വെറുതെ ഒരു ക്ലിക്കേ ചെയ്തുള്ളൂ എക്സാം ടന്നിൽ സേവ് ആക്കണല്ലേ. എന്നിട്ട് അത് സേവ് ആയില്ല, വേറെ എവിടെയോ പോയിട്ട് കിടക്കണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർ അവസാനം വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് അറിയില്ലേ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ സേവ് ആക്കി ഇട്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതേ വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നു, അത് വീണ്ടും എടുത്തിട്ട് മറ്റേതിൽ തന്നെ സേവ് ആക്കിയിട്ടു. ഇങ്ങനത്തെ ചില മിസ്റ്റേക്കുള്ള പ്രാക്ടിക്കൽ ഉണ്ടായുള്ളൂ. എനിക്ക് പ്രാക്ടിക്കലിൽ 4 എണ്ണവും കറക്റ്റായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് എളുപ്പമുള്ളതാണ് വന്നത്, ഞാൻ പ്രതീക്ഷിക്കാത്തൊന്നും വന്നില്ല. അത് കാരണം പ്രാക്ടിക്കൽ സിമ്പിളായിരുന്നു. പക്ഷേ തിയറിയുടെ കാര്യത്തിൽ 3-4 ക്വസ്റ്റ്യൻ ടഫായതുകൊണ്ട് തന്നെ ഞാനത് കറക്കി കുത്ത ചെയ്ത്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു ഡൗട്ടായിട്ടുള്ളത്. പിന്നെ എക്സാം ഹാളിലേക്ക് കയറണ ഒരു സന്ദർഭം പറയാനില്ല. കാരണം പെട്ടെന്നായിരുന്നു ഈ പ്രാക്ടീസ്. അപ്പുറത്തെ ക്ലാസ്സിലിരുന്ന് ഈ പ്രാക്ടീസ് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് വിളിച്ചു. പെട്ടെന്ന് കയറിയിരുന്ന വശം തന്നെ എല്ലാവരും 8 പേരായിട്ടാണല്ലോ ഡിസ്റ്റൻസിൽ. ഈ വേറെ മാഷന്മാരും ടീച്ചറാണല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്യാനായിട്ട് പെട്ടെന്ന് ശരിക്കുള്ള എക്സാം ആണല്ലോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കയ്യൊക്കെ ഇങ്ങനെ വിറച്ചിട്ടായിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലിങ്ങനെ വയറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. ആ തിയറി എക്സാം ഒന്ന് കഴിഞ്ഞ് പ്രാക്ടിക്കൽ 2 ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മര്യാദയ്ക്ക് ശ്വാസം വീണത്. അപ്പോഴാണ് ഒന്ന് കൂളായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെ
കൈയൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരക്കുന്നുണ്ട്. പുറത്തേക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ നന്നായി വരച്ച് തീയൊക്കെ കത്തിക്കൊണ്ടിരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത് എക്സാം ഹോളിൽ. തീരെ എക്സാം കഴിഞ്ഞ് 2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്യണം ആ സമയത്ത്. അയ്യോ ഒന്നും പറയാനില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യണതിൻ്റെ ഒരു ഇത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയായിരുന്നു IT എക്സാം. എങ്ങനെയോ കഴിഞ്ഞ് കിട്ടി, സമാധാനമായി. അത് കഴിയണ വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ സബ്ജക്റ്റ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല അതിൻ്റെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, തിയറിയുടെ കാര്യമുള്ളൂ എനിക്കൊരു പേടിപ്പെട്ട്. പ്രാക്ടിക്കൽ ഫുള്ള് കിട്ടുന്നതാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു IT എക്സാം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം. ശരിക്കും ലേറ്റായി വീഡിയോ ഇടാൻ. അപ്പം പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാതും കാണിച്ചിട്ടൊരു വീഡിയോ ഇടുമെന്ന്. കാരണം അത് അവർ സെയിം ആണോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എന്തായാലും ഇടാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത വീഡിയോയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ ബ്രേക്ക് ആയില്ലോ. പിന്നെ ഇതാണ് മെയിനായിട്ട് ഇടാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രീ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സെയിം ആയിരുന്നു എന്നുള്ളത് കമൻറ്റ് ഇടാം. എല്ലാവരും മറക്കാണ്ട് കാണാം ആ വീഡിയോ. പിന്നെ ഷോർട്സ് വീഡിയോയും ഞാൻ ഇനി ഇടാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇപ്പോൾ മോഡൽ എക്സാം തുടങ്ങാൻ പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിൻ്റെ പഠിക്കണതിൻ്റെ മാത്സും സോഷ്യലൊക്കെ കുറേ ടിപ്സ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഷോർട്ടായിട്ടാണ് ഇടുന്നത്, വലിയ വീഡിയോ ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണം. ഇതേപോലെ എന്നെ അത് കാണാൻ വേണം, കമൻറ്റൊക്കെ വേണം. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനലുള്ള പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ID ഉണ്ട്. അതും എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ യൂട്യൂബിൽ മാത്രമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് Instagram ID. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.